ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അണ്ടർ ആം ഡാർക്ക്നെസ്, അണ്ടർ ആം ഡിസ്കളറേഷൻ. സോ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളോട് ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിൽ എത്ര പേര് ഈ ബോയ്സും മെൻസും ഒക്കെ ഇതൊക്കെ കെയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ അപൂർവങ്ങളിലായിട്ട് ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് പറയുന്നത്, നമ്മളിടുന്ന ക്ലോത്ത് എങ്ങനെയുള്ളതെന്ന് നമുക്കറിയാം. അതായത് ഇവിടെ ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഡ്രസ്സായിരിക്കും എപ്പോഴും ഇടുന്നത്. പക്ഷെ മെൻസോ അവരിടുന്നത് ബെനിയൻസോ ടീഷർട്സോ ഒക്കെ ആയിരിക്കും. അതും ഭയങ്കര ലൂസായിട്ട് കിടക്കുന്നതാണ് അവരിടുന്നത്. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്കിന്നും നമ്മളുടെ ആ ക്ലോത്തും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ വഴി നമുക്ക് അവിടെ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. വീട്ടിലൊക്കെ നിൽക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ലൂസായിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അങ്ങനെ ഉണ്ടാവുന്ന ഡാർക്ക്നെസ് ആണ് നിങ്ങൾക്കെങ്കിൽ അത് റിമൂവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരി ഓവർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. സോ അങ്ങനെ വരുന്ന ഡാർക്ക്നെസ് ഒക്കെ അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കത് മാറ്റാൻ പറ്റില്ലേ. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് മെലാനിന്റെ ഓവർ പ്രൊഡക്ഷൻസ് ഒക്കെ കാരണവും ഇതുപോലെയുള്ള ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഹെയർ റിമൂവലിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ചില ആൾക്കാർ ഷേവ് ചെയ്യുന്നവരായിരിക്കും, ചിലർ വാക്സ് ചെയ്യുന്നവരായിരിക്കും, ചിലർ ക്രീം യൂസ് ചെയ്ത് ഹെയർ റിമൂവ് ചെയ്യുന്നവരായിരിക്കും. ഇതൊക്കെ ചെയ്താലും നമുക്ക് ഡാർക്ക്നെസ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ബെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലേസർ ചെയ്യുന്നതാണ്. സോ അത് നമുക്ക് ഒരിക്കലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. അറൌണ്ട് 2K 3K ഒക്കെ ആവും. അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. അവിടെ നല്ല നീറ്റായിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്താൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും നോർമലി യൂസ് ചെയ്യാറില്ല, പ്രത്യേകിച്ച് നമ്മളെ പോലെ ജോലിയില്ലാത്തവർ. നമ്മളെപ്പോഴും വാക്സോ ഹെയർ റിമൂവൽ ക്രീം വെച്ചിട്ടോ അല്ലെങ്കിൽ ഷേവിങ്ങോ ആയിരിക്കും കൂടുതലും ചെയ്യുന്നത്. ഇനി വാക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മൾ ആ സാധനം അവിടെ വെച്ചിട്ട് വാക്സ് തേച്ചിട്ട് അത് വലിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തായാലും അവിടുത്തെ സ്കിന്ന്, അവിടുത്തെ സെൽസിനൊക്കെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്രീംസ് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് ആലോചിച്ച്, അവിടുന്ന് ആ ഹെയർ വരണമെങ്കിൽ എന്തോരം കെമിക്കൽസ് ആയിരിക്കും ആ ഒരു ക്രീമിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഷേവ് ചെയ്യുന്നത്. മിക്കവരും ഡയറക്റ്റ് പോയി ഷേവ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവിടെ എന്തെങ്കിലും മോയ്സ്ചറൈസറോ ബോഡി ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷേവിംഗ് ഫോം ഉള്ള എന്തെങ്കിലും ഒരു സംഭവം തൂത്തിയിട്ട് ഒരു മീഡിയം വേണം. അവിടെയും നമുക്ക് എന്താണ് ആ ഹെയർ റിമൂവ് ആവുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയം വേണം. ഇല്ലെങ്കിൽ ഡാർക്ക്നെസ് ഒക്കെ ഒത്തിരി വരാറുണ്ട്. സോ നിങ്ങൾ ചെയ്യുമ്പം ഇങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം. ഇനി ഞാൻ കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഡാർക്ക്നെസ് റിമൂവ് ചെയ്യാനും ഒരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ടെർമറിക് പൗഡറും അതുപോലെ തന്നെ കേർഡും നല്ലൊരു കോംബോയാണ്. അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ഒരു പരുവം നിങ്ങളുടെ ഡാർക്ക്നെസ് ഒക്കെ കുറേ നാൾക്ക്, അത് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് പറ്റത്തില്ല. നമ്മളൊരു വീക്ക്ലി ഒരു 2 വട്ടമൊക്കെ 2-3 വട്ടമൊക്കെ നിങ്ങൾ യൂസ് ചെയ്താലേ അത് മാറത്തുള്ളൂ. കാരണം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് അത് നല്ല രീതിയിൽ മടിയൊന്നും കൂടാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡാർക്ക്നെസ് റിമൂവ് ആവും. അതാണ് ഫസ്റ്റ് ടെർമറിക് പൗഡർ അതുപോലെ തന്നെ കേർഡും കൂടി ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെച്ചേക്കണം. വേറെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പപ്പായയും കേർഡും നല്ലൊരു കോമ്പിനേഷനാണ്. അതിന്റെ രണ്ടിന്റെ മിക്സ് ചെയ്യുക. ഇതേപോലെ തന്നെ അതും കുറെ നാള്, നമുക്ക് പപ്പായ പക്ഷെ എപ്പോഴും അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വീട്ടിലുള്ളതാണ് ടൊമാറ്റോയും കേർഡും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അവിടെ സ്ക്രബ് ചെയ്ത് കൊടുത്ത് നമ്മളുടെ ഡാർക്ക്നെസ് നല്ല രീതിയിൽ കുറയും. സോ ഇത് നിങ്ങൾ കുറെ നാളത്തേക്ക് ഒരു മാസമൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു വീക്ക്ലി ഒരു 3 വട്ടമൊക്കെ 3 വട്ടം മാക്സിമം 3 വട്ടമെങ്കിലും നിങ്ങളിത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഡാർക്ക്നെസ് റിമൂവ് ആവുന്നതായിരിക്കും. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അല്ലാത്ത വേറൊരു നല്ല സ്ക്രബ് ഏതാന്ന് പറഞ്ഞാൽ പ്ലമ്മിന്റെ ഷുഗർ സ്ക്രബ്. അത് നല്ലതാണ്. ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നത് ഒരു 3 വട്ടമൊക്കെ വീക്ക്ലി 3 വട്ടമൊക്കെ ഇതും യൂസ് ചെയ്യുക. ഇതൊക്കെ അവിടുത്തെ കെയർ ആണ്. നമുക്ക് ഇനി ഡാർക്ക്നെസ് കൂടാതിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കെയർ ആയിട്ട് കൂട്ടിയാൽ മതി. സോ ഈ ഒരു പ്ലമ്മിന്റെ ഷുഗറിന്റെ ഷുഗർ സ്ക്രബ് അടിപൊളി സാധനമാണ്.
അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് കുറേ നാൾ കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് ക്യൂറയുടെ അണ്ടർ ആം ഡാർക്ക് അണ്ടർ ആം വൈറ്റനിങ് ക്രീമാണിത്. ഇത് വൈറ്റനിങ് ക്രീമാണ്. ഈ ക്യൂറയുടെ തന്നെ ഡിസ്കളറേഷൻ മാസ്ക് എന്തോ ഉണ്ട്, അതും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫുള്ള് ഇവർ പറയുന്നത് ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസും ആർട്ടിഫിഷ്യൽ കളറോ ഒന്നും തന്നെയില്ല. സോ എന്തുകൊണ്ടും ഒരു ഹെർബൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സോ എനിക്ക് അങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെയാണ് ഇഷ്ടം. സോ ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ക്യൂറയുടെ ഈ വൈറ്റനിങ് ക്രീമാണ്. നിങ്ങൾക്ക് ഒത്തിരി ഡിസ്കളറേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വൈറ്റനിങ് മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. അല്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ക്യൂറയുടെ ആ ഒരു ഡിസ്കളറേഷൻ എന്തോ മാസ്ക് ഞാൻ കാണിക്കാം. ദാണ്ട ഈ സാധനം, ഇത് നിങ്ങൾ യൂസ് ചെയ്യുക. ഡിസ്കളറേഷൻ വരുന്ന വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിയോഡ്രന്റ്, അതുപോലെ തന്നെ ഫ്രാഗ്രൻസ്, പെർഫ്യൂംസ്, സ്പ്രേ, ഇതൊക്കെ നമ്മൾ അവിടെ അടിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാരണമാണ്. കാരണം എല്ലാ മനുഷ്യരും സെറ്റ് ചെയ്യും. ഈ ക്യൂറയുടെ പ്രോഡക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെലാനിന്റെ മെലാനിൻ കാരണം ചിലർക്ക് ഡിസ്കളറേഷൻസ് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ഇത് റെഡ്യൂസ് മെലാനിൻ പ്രൊഡക്ഷൻ, വൈറ്റർ അണ്ടർ ആംസ്. ഇറ്റ് ഹാസ് ഹൈ ക്വാളിറ്റി നാച്ചുറൽ ഹെർബൽ എക്സ്ട്രാക്ട്സ്, നോട്ട് ദ പോയിന്റ്. സോ അതാണ് ഞാൻ ക്യൂറയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. കുറെ നാൾ കൊണ്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് കേസ് നിങ്ങൾ യൂസ് ചെയ്യാന്ന് വെച്ചോ, വാങ്ങിക്കുമെന്ന് വെച്ചോ, അതിപ്പോൾ ഈ പ്രോഡക്റ്റ് എന്നല്ല മിക്ക പ്രോഡക്റ്റ് നിങ്ങളത് ഡയറക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ഫസ്റ്റ് നിങ്ങൾ അവിടെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യണം. എന്തെങ്കിലും സ്ക്രബ്ബർ വെച്ചിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്തിട്ട് മാത്രമേ ഇതൊക്കെ അപ്ലൈ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ഡെഡ് സെൽസിലോട്ടൊക്കെ ആയിരിക്കും. സോ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് പാറപ്പുറത്തിട്ട് അരയ്ക്കുന്ന പോലെ അരയ്ക്കുകയൊന്നും ചെയ്യരുത്. ഭയങ്കര സ്മൂത്ത് ആയിട്ട് സ്ക്രബ് ചെയ്തിട്ട് എന്നാലേ ഇതിന്റെ ഒരു എഫക്റ്റ്, ഇതിന്റെ ഒരു എന്താ പറയാ, ഈ പ്രോഡക്റ്റിന്റെ എഫക്റ്റ് അങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾ സ്ക്രബ് ചെയ്യണം. അതുപോലെ തന്നെ ബോഡി വേസിന്റെ ഇപ്പം എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബോഡി വേസിന്റെ ഈ ഒരു പ്രോഡക്റ്റ്. ഇതും നിങ്ങൾ യൂസ് ചെയ്യുക. ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഗായ്സ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. ഓക്കെ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, സീ യു.